Hi all, welcome to Competitive Cracker. അപ്പോൾ K4 സംസ്കൃതത്തിൻ്റെ ഡേറ്റിംഗ് വന്നു അല്ലേ? പരീക്ഷയുടെ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ട ഡേറ്റുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ജനുവരി മാസം 19-ാം തീയതി നമുക്ക് K4 സംസ്കൃതത്തിൻ്റെ പരീക്ഷയാണല്ലേ? അപ്പോൾ ഇനി നമ്മൾ കുറച്ചും കൂടി സീരിയസ് ആയിട്ട് പരീക്ഷയെ കാണേണ്ട സമയമാണ്. K4 സംസ്കൃതത്തിൻ്റെ സിലബസ് കൃത്യമായിട്ട് നമുക്കറിയാം. 80 മാർക്കിൻ്റെ ചോദ്യങ്ങൾ ഈ സംസ്കൃതത്തിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട്. ആ ഭാഗങ്ങളിൽ തന്നെ നമ്മൾ സംസ്കൃത സാഹിത്യം കൂടാതെ പെഡഗോജി പാർട്ടിയിൽ നിന്നും കുറച്ച് ചോദ്യങ്ങൾ, ശിക്ഷണ സൂത്രങ്ങൾ, അതുപോലെ തന്നെ ശിക്ഷണ വിധികൾ, അങ്ങനെയുള്ള കുറേ ഏരിയാസ്, ഗദ്യശിക്ഷണം, പദ്യശിക്ഷണം, അങ്ങനെ കുറേ ഏരിയാസ് വരുന്നുണ്ട് അല്ലേ? അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങൾക്ക് പഠിപ്പിക്കാൻ പോകുന്നത് ശിക്ഷണ സൂത്രങ്ങളെ പറ്റിയിട്ടാണ്. ശിക്ഷണ സൂത്രങ്ങളെ പറ്റിയിട്ടാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. നമുക്ക് നോക്കാം. വിവിധ വിഷയാണാം അധ്യാപനെ ഉപയുക്താനി മനോവൈജ്ഞാനികാനി കാനിചിത് ശിക്ഷണ സൂത്രാണി സന്തി. സംസ്കൃത ശിക്ഷണേ അപി ഏതാനി സൂത്രാണി ഉപയുക്താനി. അപ്പോൾ പല വിഷയങ്ങളുടെയും, അതായത് നമ്മൾ അധ്യാപനത്തിന് വേണ്ടിയിട്ട് ഒരുപാട് ശിക്ഷണ സൂത്രങ്ങൾ, ടീച്ചിങ് ടെക്നിക്കുകൾ ഉപയോഗിക്കാറുണ്ട് അല്ലേ? സംസ്കൃതത്തിലും അതുപോലെ കുറേ ടെക്നിക്കുകൾ വരുന്നുണ്ട്. അവ ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോണേ. അപ്പോൾ നമ്മൾ ബാക്കിയുള്ള ലാംഗ്വേജസിലും സബ്ജക്ട്സിലും ഒക്കെ പഠിപ്പിക്കുന്നത് പോലെ തന്നെ സംസ്കൃതത്തിലും കുറേ ടെക്നിക്കുകൾ വരുന്നുണ്ട്. അത് ഏതൊക്കെയാണ്, എന്താണ് ആ ടെക്നിക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കാൻ പോണത്. ഓക്കെ, അപ്പോൾ നോക്കാം നമുക്ക്. ഒന്നാമത്തെ ശിക്ഷണ സൂത്രം ഏതാണ്? ജ്ഞാതാത് അജ്ഞാതം പ്രതി എന്ന് പറയുന്ന സൂത്രം. ഏതാണ്? ജ്ഞാതാത് അജ്ഞാതം പ്രതി. എന്താണ് ആ സൂത്രത്തിൽ പറയുന്നത്? പൂർവജ്ഞാനം പൂർവ അനുഭവാശ്ച നൂതന ജ്ഞാന പ്രാപ്ത്യർത്ഥം ഉപയുജ്യന്തെ. പൂർവജ്ഞാനം വിന നൂതന ജ്ഞാനസ്യ മസ്തിഷ്ക പ്രവേശഃ ന സംഭവതി. അതഃ സാഹചര്യ നിയമാൻ ആശ്രിത്യ പൂർവജ്ഞാനം പ്രതി നൂതന ജ്ഞാനസ്യ സംബന്ധഃ കൽപ്പയതി. തേന നൂതന വിഷയസ്യ ബുദ്ധിഃ ഗ്രാഹ്യഃ ഭവതി. എന്താണ്? നമ്മൾ പൂർവജ്ഞാനം അല്ലെങ്കിൽ പൂർവ്വ അനുഭവങ്ങളെ ബേസ് ചെയ്തിട്ട് പുതിയ അറിവുകൾ കൊടുക്കുന്നത്. അതായത് നമുക്ക് കുട്ടികളിൽ നേരത്തെ ഉണ്ടായിരുന്ന അറിവുകൾ അല്ലെങ്കിൽ അനുഭവങ്ങളെ ബേസ് ചെയ്തുകൊണ്ട്, അറിയുന്നതിൽ നിന്നും അറിയാത്തതിലേക്ക് അനുഭവങ്ങളെ ബേസ് ചെയ്തുകൊണ്ട് പുതിയൊരു അറിവ് കൊടുക്കുന്നു. അതാണ് ജ്ഞാതാത് അജ്ഞാതം പ്രതി എന്ന് പറയുന്ന സൂത്രം. അറിയുന്നതിൽ നിന്നും അറിയാത്തതിലേക്ക്, അറിയുന്ന കാര്യം പറഞ്ഞു കൊടുത്തുകൊണ്ട് അത് വെച്ചുകൊണ്ട് അറിയാത്തൊരു കാര്യം കുട്ടികളെ പഠിപ്പിക്കുന്നു. അതാണ് ജ്ഞാതാത് അജ്ഞാതം പ്രതി എന്ന് പറയുന്ന ആദ്യത്തെ സൂത്രം. അടുത്തത് എന്താണ്? സരളാത് കഠിനം പ്രതി. സരളത്തിൽ നിന്നും, അതായത് സരളമായ വിഷയങ്ങൾ ആദ്യം പറഞ്ഞു കൊടുത്ത് പിന്നീട് കഠിനമായ വിഷയങ്ങൾ പറയുന്നു. ആദ്യം സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഓരോന്നും നമ്മൾ പഠിപ്പിക്കുന്നു, ശേഷം അതിൽ നിന്നും കഠിനമായിട്ടുള്ള കുറച്ചുകൂടി ടഫാക്കി പഠിപ്പിച്ചു പോകുന്നു. അതാണ് രണ്ടാമത്തെ സൂത്രം എന്ന് പറയുന്നത്. എന്താണ്? ജ്ഞാത വിഷയഃ സരളഃ അജ്ഞാത വിഷയഃ തു കഠിനഃ ച അധ്യാപകഃ സരള വിഷയഃ പ്രഥമം പാഠയേത് തദപ്പരം കഠിന വിഷയഃ. എന്താണ്? അറിയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് എളുപ്പമായിരിക്കും അല്ലെ? അങ്ങനെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അറിയുന്ന കാര്യങ്ങൾ പറഞ്ഞ് നമ്മൾ അറിയാത്ത കാര്യത്തിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞ പോലെ തന്നെ ഇവിടെ എളുപ്പമുള്ള കാര്യങ്ങൾ ആദ്യം പറഞ്ഞു കൊടുത്ത് അതിൽ നിന്നും കഠിനമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് എത്തുന്നു. അതാണ് രണ്ടാമത്തെ ശിക്ഷണ സൂത്രം എന്ന് പറയുന്നത്. അടുത്ത സൂത്രം എന്ന് പറയുന്നത് സ്ഥൂലാത് സൂക്ഷ്മം പ്രതി എന്ന് പറയുന്ന സൂത്രമാണ്. ഇപ്പൊ ഒരു വസ്തുവിനെ കാണിച്ചുകൊണ്ട് നമ്മൾ പറയാണ്, എന്താണ്? ഒരു വസ്തുവിനെ, സ്ഥൂല വിഷയം, അതായത് നമുക്ക് എന്താ പറയുക, ഇന്ദ്രിയഗോചരമായിട്ടുള്ള വസ്തുക്കളെ അല്ലെങ്കിൽ വിഷയങ്ങളെ പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുന്നു? അതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് നമ്മൾ പറയുന്നു. അതിൻ്റെ എന്താണ്, അതിൻ്റെ വിഷയം എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ ഉപയോഗം എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. അതാണ് സ്ഥൂലാത് സൂക്ഷ്മം പ്രതി എന്ന് പറയുന്ന ടോപ്പിക്ക്. ഇപ്പോൾ ഈ പേന അല്ലെങ്കിൽ ഈ ഒരു റിമോട്ട്, ഇതെന്താണ്, ഇതിൻ്റെ പേരെന്താണ്, അതുപോലെ ഇതിൻ്റെ ഉപയോഗം എന്താണ്, അങ്ങനെ ഇതിൻ്റെ സൂക്ഷ്മമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് എത്തുന്നു. അതാണ് സ്ഥൂലാത് സൂക്ഷ്മം പ്രതി എന്ന് പറയുന്ന ഒരു സൂത്രം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നോക്കാം. സ്ഥൂലാനി വസ്തൂനി പ്രദർശ്യ തേഷാം നാമ സ്വരൂപം സ്വഭാവം ച ക്രമശഃ വർണ്ണനീയം. സ്ഥൂലാനി വസ്തൂനി ഇന്ദ്രിയഗോചരാണി ഭവന്തി അതഃ തേഷാം ജ്ഞാനം സുലഭം സ്യാത്. പരന്തു സങ്കേതാഃ സങ്കൽപ്പാഃ ഭാവാഃ സിദ്ധാന്താഃ ദാർശനിക വിഷയാഃ അമൂർത്ത പദാർത്ഥാഃ ച മനോമാത്രഗമ്യാഃ വിശേഷേണ ബോധനീയാഃ ഭവന്തി. എന്താണ്?
സ്ഥൂലമായ വസ്തുക്കളെ പ്രദർശിപ്പിച്ചുകൊണ്ട്, സ്ഥൂല വിഷയങ്ങൾ എന്ന് പറയുമ്പോൾ, വസ്തുക്കൾ എന്ന് പറയുമ്പോൾ ഇന്ദ്രിയ ഗോചരങ്ങളായിട്ടുള്ള വസ്തുക്കളെ പ്രദർശിപ്പിച്ചുകൊണ്ട് അതിന്റെ പേര്, സ്വരൂപം, സ്വഭാവം, അങ്ങനെയുള്ള അതിന്റെ സൂക്ഷ്മമായിട്ടുള്ള ഒരു നിരീക്ഷണത്തിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ അത് പഠിപ്പിക്കുന്നു. ആ രീതിയിലാണ് സ്ഥൂലാത് സൂക്ഷ്മം പ്രതി എന്ന് പറയുന്ന സൂത്രത്തിൽ പഠിപ്പിക്കുന്നത്. സൂത്രം വെച്ചുകൊണ്ട് ആ ഒരു ടെക്നിക്ക് കൊണ്ട് പഠിപ്പിക്കുന്നത്. അടുത്തത് എന്താണ്? പൂർണ്ണാത് അംശം പ്രതി. എന്താണ് ആ ഒരു സൂത്രത്തിന്റെ അർത്ഥം എന്ന് പറയുന്നത്? ആദ്യം മൊത്തത്തിലുള്ള കാര്യം പറയുന്നു. അതായത് ഇപ്പോൾ ഒരു ഡെഫിനേഷനാണ്. ഇപ്പൊ നമ്മൾ കാവ്യലക്ഷണമൊക്കെ പഠിക്കുന്ന സമയത്ത് ആദ്യം എന്താ ചെയ്യുക? കാവ്യലക്ഷണം പറയുന്നു, എന്നിട്ട് അതിൽ ഓരോ വാക്കുകളും എടുത്തെടുത്ത് വീണ്ടും അതിന്റെ അർത്ഥം എന്താണ്, അതെന്താണ് അവിടെ പറയാൻ കാരണം, അങ്ങനെയുള്ള കാര്യങ്ങൾ പറയും അല്ലെ. അതാണ് ഇവിടെയും പറയുന്നത്. പൂർണ്ണമായിട്ട് ആദ്യം ഒരു രൂപം പറയുന്നു, അത് കഴിഞ്ഞിട്ട് അതിന്റെ ഓരോരോ അംശങ്ങൾ എടുത്ത് പറയുന്നു. ഇപ്പോൾ ഒരു മരം മൊത്തത്തിൽ കാണിച്ചിട്ട് ഇത് മരമാണെന്ന് പറഞ്ഞിട്ട് ഇതതിന്റെ ഇലയാണ്, അങ്ങനെ ഇത് വേരാണ്, അങ്ങനെ നമ്മൾ പറഞ്ഞു കൊടുക്കില്ലേ. അതാണ് പൂർണ്ണാദംശം പ്രതി എന്ന് പറയുന്ന സൂത്രം കൊണ്ട് അവിടെ ഉദ്ദേശിക്കുന്നത്. പ്രഥമം സമഗ്രം വസ്തും പ്രദർശ്യ തദപരം അംശാനാം ബോധനം കരോതി. ആദ്യം സമഗ്രമായിട്ടുള്ള വസ്തുവിനെ പ്രദർശിപ്പിച്ചുകൊണ്ട് അതിനുശേഷം അതിന്റെ ഓരോ അംശങ്ങളെ എടുത്തെടുത്ത് പറയുന്നു. നമ്മളിപ്പോ പറഞ്ഞില്ലേ, കാവ്യലക്ഷണം പറയുമ്പോഴും പ്രയോജനം പറയുമ്പോഴും ആദ്യം ഒറ്റ ശ്ലോകത്തിൽ എന്താണ് പ്രയോജനം, കാവ്യത്തിന്റെ പ്രയോജനം എന്നുള്ളത്, കാവ്യം യശസ്സേ അർത്ഥകൃതേ, അങ്ങനെ ഒറ്റ ശ്ലോകത്തിൽ പറഞ്ഞിട്ട് പിന്നെ എന്താണ് യശസ്, കാളിദാസാധീനം ഇവ യശഃ, അങ്ങനെ അത് ഓരോന്നോരോന്ന് എടുത്ത് പറയുന്നു അല്ലെ. അതാണ് ഈ ഒരു പൂർണ്ണാദംശം പ്രതി എന്ന് പറയുന്ന സൂത്രം കൊണ്ട് അവിടെ ഉദ്ദേശിക്കുന്നത്. അടുത്ത സൂത്രത്തിലേക്ക് പോവാം. അടുത്തത് എന്താണ്? അടുത്ത നമുക്ക് അനുഭവാത് തർക്കം പ്രതി എന്ന് പറയുന്ന സൂത്രമാണ് നോക്കാനുള്ളത്. ഛാത്രേഹി അനുഭൂതാഹ വിഷയാഹ ശിക്ഷണസ്യ ആധാരാഹ സ്യുഹു. അനുഭൂത വിഷയാണാം ആധാരേണ ലബ്ധം ജ്ഞാനം സ്പഷ്ടം സ്ഥിരം ച ഭവതി. അനുഭവേത് ലബ്ധം ജ്ഞാനം തർക്കസംഗതമപി ഭവേത് ചേത് ഛാത്രാണാം ചിന്താശക്തേഹേ വികാസഃ ജായതേ. എന്താണ്? അനുഭവത്തിൽ നിന്നും തർക്കത്തിലേക്ക്, അല്ലെങ്കിൽ കുറച്ചും കൂടി എന്താ പറയുക, ക്രിട്ടിക്കലായിട്ട് പഠിപ്പിക്കുക. അതാണ് അനുഭവാത് തർക്കം പ്രതി എന്ന് പറയുന്നത്. അതായത് കുട്ടികൾ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നേരത്തെയുള്ള എക്സ്പീരിയൻസിനെ ബേസ് ചെയ്തിട്ട് കുട്ടികളെ പഠിപ്പിക്കുന്നു. അതിനെപ്പറ്റി ചിന്തിക്കാനും അല്ലെങ്കിൽ അതിനെ പറ്റിയിട്ട് ആ അനുഭവത്തെ ബേസ് ചെയ്തുകൊണ്ട് കുട്ടികളെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നു, കുട്ടികളെ അതിനെ പറ്റിയിട്ട് പറയാനും ആ രീതിയിൽ കുട്ടികളെ പഠിപ്പിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്? അനുഭവാത് തർക്കം പ്രതി എന്ന് പറയുന്ന സൂത്രം. അപ്പോൾ നേരത്തെ അനുഭവിച്ചിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് സ്പഷ്ടമായിരിക്കും, സ്ഥിരമായിരിക്കും. അതിനെ ബേസ് ചെയ്തുകൊണ്ട് ആ ഒരു വിഷയത്തെ എന്താ പറയുക, ടോപ്പിക്കായിട്ട് എടുത്തുകൊണ്ട് അതിനെ വെച്ച് പഠിപ്പിക്കുന്നു. അതാണ് അനുഭവാത് തർക്കം പ്രതി എന്ന് പറയുന്ന സൂത്രം കൊണ്ട് അവിടെ ഉദ്ദേശിക്കുന്നത്. അടുത്ത സൂത്രം എന്താണ്? വിശേഷാത് സാമാന്യം പ്രതി. വിശേഷത്തിൽ നിന്നും സാമാന്യത്തിലേക്ക്. അത് നമുക്ക് അറിയാവുന്നതാണ് അല്ലെ. നമ്മൾ അർത്ഥാന്തരന്യാസ അലങ്കാരമൊക്കെ പഠിക്കുന്ന സമയത്ത് എന്താണ് പറയുന്നത്? രണ്ട് രീതിയിൽ അർത്ഥാന്തരന്യാസം വരുന്നു എന്ന് പറയുന്നുണ്ട് അല്ലെ. സാമാന്യത്തിൽ നിന്നും, അതായത് ജനറൽ ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞുകൊണ്ട് അതിൽ നിന്നും സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കാര്യത്തെ സമർത്ഥിക്കുന്നു, അല്ലെങ്കിൽ നേരെ തിരിച്ച് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കാര്യം വെച്ചുകൊണ്ട് ജനറൽ ആയിട്ടുള്ള ഒരു കാര്യത്തെ സമർത്ഥിക്കുന്നു. ഈ രണ്ട് അർത്ഥാന്തരന്യാസം പറഞ്ഞില്ലേ, അതേ സെയിം ടോപ്പിക്കുകൾ തന്നെ നമ്മുടെ ഈ സൂത്രങ്ങളിലും വരുന്നുണ്ട്. എന്താണ്? ഒന്ന് വിശേഷാത് സാമാന്യം പ്രതി എന്ന് പറയുന്ന സൂത്രം. വിശേഷമായിട്ടുള്ള, അതായത് സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ജനറൽ ആയിട്ടുള്ള ഒരു കാര്യത്തെ പറഞ്ഞു കൊടുക്കുന്നു. ആ രീതിയിൽ പഠിപ്പിക്കാം. നോക്ക്, കേശാഞ്ചിത് വിശിഷ്ട ഉദാഹരണാനാം ബോധനേന സാമാന്യ നിയമം ബോധേതി. ഇപ്പോൾ ഞാനിപ്പോൾ ഇത് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു അർത്ഥാന്തരന്യാസ അലങ്കാരം എടുത്തില്ലേ, അതുപോലെ ഏതെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഉദാഹരണം പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും ജനറൽ ആയിട്ടുള്ള ഒരു കാര്യത്തെ നമ്മൾ പഠിപ്പിക്കുന്നു. അതാണ് വിശേഷാത് സാമാന്യം പ്രതി എന്ന് പറയുന്ന സൂത്രം കൊണ്ട് അവിടെ ഉദ്ദേശിക്കുന്നത്. അടുത്ത സൂത്രത്തിലേക്ക് പോവാൻ നമുക്ക്. അതിനു മുമ്പ് ഞാൻ ഒന്നുകൂടി പറയാണ്, നമ്മുടെ K4 സംസ്കൃതത്തിന്റെ ഡേറ്റ് വന്നിട്ടുണ്ട് അല്ലെ. കേട്ടിട്ട് എല്ലാ കാറ്റഗറിയുടെ ആപ്ലിക്കേഷൻ ഡേറ്റ് വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ എക്സാം ഡേറ്റും വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ CCയിൽ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് ഉണ്ട്, സ്പെഷ്യൽ മെന്റർഷിപ്പ് പ്രോഗ്രാം ഉണ്ട്, ഡെയിലി ടോപ്പിക് റിവിഷൻ, എക്സ്ട്രാ ലൈവ് ക്ലാസ്സസ്, അതുപോലെ തന്നെ ഡെയിലി എക്സാംസും പ്രോഗ്രസ് ഇവാലുവേഷനും ഒക്കെ അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കോഴ്സിനെ കുറിച്ച് ഡീറ്റെയിൽസ് അറിയാനും അതുപോലെ തന്നെ ജോയിൻ ചെയ്യാനും താഴെ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി. 8589063568 എന്ന് പറയുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ അറിയാം. അപ്പൊ എക്സാം അടുത്തിരിക്കുകയാണ്, വേഗം തന്നെ ജോയിൻ ചെയ്യുക. നമുക്ക് അടുത്ത സൂത്രത്തിലേക്ക് പോവാം. വിശ്ലേഷണാത് സംശ്ലേഷണം പ്രതി. നമ്മൾ നേരത്തെ പൂർണ്ണാദംശം പ്രതി എന്ന് പറയുന്ന ഒരു സൂത്രം പഠിച്ചു അല്ലേ. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഈ ഒരു സൂത്രം എന്ന് പറയുന്നത്. അവിടെ എന്താ ചെയ്തേ? ആദ്യം സമഗ്രമായിട്ടുള്ള വസ്തുവിനെ കാണിച്ചിട്ട് അല്ലെങ്കിൽ പറഞ്ഞിട്ട് അതിന്റെ ഓരോ അംശങ്ങൾ പറഞ്ഞു അല്ലെ.
നേരെ തിരിച്ച് ആദ്യം ഓരോ പാർട്സ് പറഞ്ഞിട്ട് സമഗ്രമായിട്ടുള്ള വസ്തുവിലേക്ക് എത്തുന്നു, അല്ലെങ്കിൽ സമഗ്രമായിട്ടുള്ള കാര്യത്തിലേക്ക്, മൊത്തത്തിലുള്ള കാര്യത്തിലേക്ക് എത്തുന്നു. അതാണ് വിശ്ലേഷണാത് സംശ്ലേഷണം പ്രതി എന്ന് പറയുന്ന സൂത്രം. അതായത് ആദ്യം അതിന്റെ ഓരോ പാർട്സ് പറഞ്ഞ് അല്ലെങ്കിൽ അതിന്റെ ഓരോ അംശങ്ങൾ ആ ഒരു വിഷയത്തെ പറ്റി പറഞ്ഞിട്ട്, ഇപ്പൊ കാവ്യലക്ഷണം നമ്മൾ അവിടെ പറഞ്ഞ എന്താണ്, ശ്ലോകം ആദ്യം പറഞ്ഞിട്ട് അതിൽ ഓരോ കാര്യങ്ങൾ എടുത്തു പറയുന്നു എന്നല്ലേ പറഞ്ഞത്. നേരെ തിരിച്ച് ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് ആ ഒരു വിഷയത്തിലേക്ക് എത്തുന്നു. അതാണ് വിശ്ലേഷണാത് സംശ്ലേഷണം പ്രതി എന്ന് പറയുന്ന സൂത്രം കൊണ്ട് അവിടെ ഉദ്ദേശിക്കുന്നത്. പൂർണ്ണാദംശം പ്രതി ഇതി സൂത്രസ്യ വിപരീതമിതം. വിഷയസ്യ വിഭിന്നാഹ അംശാഹ പൃഥക് പൃഥക് ബോധയിത്വാ തദത്തേഷാം സംശ്ലേഷണം പൂർണ്ണസ്യ ജ്ഞാനം ഉത്പാദയേ. എന്താണ്, ഒരു വിഷയത്തിന്റെ ഓരോ അംശങ്ങളായിട്ട് പറഞ്ഞ ആ വിഷയത്തിന്റെ പൂർണ്ണതയിലേക്ക് എത്തുന്നു. അതാണ് വിശ്ലേഷണാത് സംശ്ലേഷണം പ്രതി എന്ന് പറയുന്ന സൂത്രം കൊണ്ട് അവിടെ ഉദ്ദേശിക്കുന്നത്. അടുത്ത സൂത്രം എന്താണ്, അനിശ്ചിതാത് നിശ്ചിതം പ്രതി. പ്രാരംഭേ ബാലാനാം വിഭിന്ന വസ്തൂനാം അനിശ്ചിതം അസ്പഷ്ടം ച ഭവതി തത് നിശ്ചിതം സ്പഷ്ടം ച കർത്തും ഏതത് സൂത്രം അനുസരണീയം. എന്താണ്, ആദ്യം കുട്ടികൾക്ക് ഈ ക്ലിയർ അല്ലാതെ കിടക്കുന്ന കാര്യങ്ങളൊക്കെ, അതായത് പല വസ്തുക്കളും അവർക്ക് ക്ലിയർ ആയിരിക്കില്ല, പല വിഷയങ്ങളും ക്ലിയർ ആയിരിക്കില്ല, അതൊക്കെ ക്ലിയർ ആക്കി സ്പഷ്ടമാക്കി കൊടുക്കുകയാണ് ഈ ഒരു സൂത്രം കൊണ്ട് അവിടെ ഉദ്ദേശിക്കുന്നത്. അനിശ്ചിതമായ കാര്യങ്ങളെ നിശ്ചിതമാക്കി കൊടുക്കുന്നു. ഓൾറെഡി എന്താ പറയുക, അത്ര ക്ലിയർ അല്ലാതെ കുട്ടികളുടെ മനസ്സിൽ കിടക്കുന്ന കാര്യങ്ങളെ ക്ലിയർ ആക്കി കൊടുക്കുക. അതാണ് ഈ ഒരു സൂത്രം കൊണ്ട് അവിടെ ഉദ്ദേശിക്കുന്നത്. എന്താണ്, പ്രാരംഭേ ബാലാനാം വിഭിന്ന വസ്തൂനാം അനിശ്ചിതം അസ്പഷ്ടം ച ഭവതി തഥാ നിശ്ചിതം സ്പഷ്ടം ച കർത്തും ഏതത് സൂത്രം അനുസരണീയം. അടുത്തത് എന്താണ്, നമ്മൾ നേരത്തെ വിശേഷാത് സാമാന്യം പ്രതി എന്ന് പറയുന്ന സൂത്രം പഠിച്ചു അല്ലെ. ഇവിടെ സാമാന്യാത് വിശേഷം പ്രതി, നേരത്തെ നമ്മൾ അർത്ഥാന്തരന്യാസം പറഞ്ഞപ്പോൾ പറഞ്ഞു, രണ്ട് രീതിയിലും വരുന്നുണ്ട് അവിടെ നിന്ന്. അതേ സാധനം തന്നെ ഇവിടെ, അതായത് അവിടെ എന്താ ചെയ്തിരുന്നത്, സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഉദാഹരണം വെച്ചുകൊണ്ട് ജനറൽ ആയിട്ടുള്ള ഒരു കാര്യത്തെ സമർത്ഥിച്ചു. അതുപോലെ തന്നെ ഇവിടെ ജനറൽ ആയിട്ടുള്ള ഒരു കാര്യത്തെ പറഞ്ഞുകൊണ്ട് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കാര്യത്തെ സമർത്ഥിക്കുന്നു. വിശേഷാത് സാമാന്യം പ്രതീതി സൂത്രസ്യ വിപരീതം സാമാന്യ ബോധനാനന്തരം വിശേഷം ബോധയതി. അതായത് ജനറൽ ആയിട്ടുള്ള കാര്യത്തെ പറഞ്ഞ് മനസ്സിലാക്കി അതിൽ നിന്നും സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് എത്തുന്നു. അതാണ് സാമാന്യാത് വിശേഷം പ്രതി എന്ന് പറയുന്ന സൂത്രത്തിന്റെ അർത്ഥം. ഓക്കെ, അപ്പൊ വിശേഷാത് സാമാന്യം പ്രതീതി സൂത്രസ്യ വിപരീതം സാമാന്യ ബോധനാനന്തരം വിശേഷം ബോധയതി. അടുത്തത് എന്താണ്, മനോവൈജ്ഞാനികാത് താർക്കികം പ്രതി എന്ന് പറയുന്ന സൂത്രം. മനോവിജ്ഞാനസ്യ സിദ്ധാന്താനാം ആധാരേണ ബാലകസ്യ യോഗ്യത ആസക്തി ആവശ്യകത ച ആശ്രിത്യ പാഠ്യവിഷയസ്യ പാഠനം കരണീയം. എന്താണ്, മനോവൈജ്ഞാനിക സിദ്ധാന്തങ്ങളെ ബേസ് ചെയ്ത് കുട്ടികളുടെ ആവശ്യകത എന്താണ്, അവരുടെ അറിവ് എന്താണ്, അല്ലെങ്കിൽ അവരുടെ ആസക്തി എന്താ, യോഗ്യത എന്താന്നൊക്കെ മനസ്സിലാക്കിയിട്ട് കുട്ടികളെ പഠിപ്പിക്കുന്നു. അതാണ് മനോവൈജ്ഞാനികാത് താർക്കികം പ്രതി എന്ന് പറയുന്ന സൂത്രം കൊണ്ട് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മള് ശിക്ഷണ സൂത്രങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലെ. എത്ര എണ്ണം പറഞ്ഞു നമ്മള്? ജ്ഞാതാത് അജ്ഞാതം പ്രതി പറഞ്ഞു, സരളാത് കഠിന പ്രതി പറഞ്ഞു. ജ്ഞാതാത് അജ്ഞാതം പ്രതി എന്ന് പറയുമ്പോൾ അറിയുന്നതിൽ നിന്നും അറിയാത്തതിലേക്ക്. അതുപോലെ തന്നെ സരളാത് കഠിനം പ്രതി എന്താണ്, സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ടഫ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് എത്തുന്നു. ആദ്യം സ്ഥൂലമായിട്ടുള്ള വസ്തുവിനെ കാണിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ ഒരു വിഷയത്തെ പറഞ്ഞുകൊണ്ട് അതിൽ നിന്നും അതിന്റെ സൂക്ഷ്മമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. ഇപ്പം ഈ പേന കാണിച്ചിട്ട് ഇതിന്റെ പേരെന്താണ്, ഇതിന്റെ സ്വഭാവം എന്താണ്, സ്വരൂപം എന്താണ്, ആ രീതിയിൽ പറയുന്നു. അടുത്ത സൂത്രം ഏതായിരുന്നു? പൂർണ്ണാത് അംശം പ്രതി എന്ന് പറയുന്ന സൂത്രം അല്ലെ. അതുപോലെ തന്നെ നമ്മൾ വിശ്ലേഷണാത് സംശ്ലേഷണം പ്രതി എന്ന് പറയുന്ന ഒരു സൂത്രവും പഠിച്ചു അല്ലെ. അത് രണ്ടും എന്താണ്? ആദ്യം പൂർണ്ണാത് അംശം പ്രതി എന്ന് പറയുമ്പോൾ ആദ്യം പൂർണ്ണമായിട്ടുള്ള വസ്തുവിനെ കാണിച്ചുകൊണ്ട് അല്ലെങ്കിൽ വിഷയത്തെ പറഞ്ഞിട്ട് അതിന്റെ ഓരോ അംശങ്ങൾ എടുത്ത് പറയുന്നു. അതുപോലെ തന്നെ വിശ്ലേഷണാത് സംശ്ലേഷണം പ്രതി ആകുമ്പോൾ ആദ്യം പാർട്സ് ആയിട്ട് അംശങ്ങൾ ഓരോന്ന് പറഞ്ഞിട്ട് അതിൽ നിന്നും പൂർണ്ണമായിട്ടുള്ള സമഗ്രമായിട്ടുള്ള ആ വസ്തുവിലേക്ക് എത്തുന്നു അല്ലെങ്കിൽ ആ വിഷയത്തിലേക്ക് എത്തുന്നു. അടുത്തത് എന്താണ്? അനുഭവാത് തർക്കം പ്രതി. എന്താണ്? അനുഭൂത വിഷയങ്ങളെ ആധാരമാക്കിക്കൊണ്ട് കുട്ടികളെ ചിന്തിച്ച് ആ ഒരു വിഷയത്തെ അടിസ്ഥാനമാക്കിയിട്ട് കുട്ടികളെ പഠിപ്പിക്കുന്നു. അതാണ് അനുഭവാത് തർക്കം പ്രതി എന്ന് പറയുന്ന സൂത്രം. അതുപോലെ തന്നെ വിശേഷാത് സാമാന്യം പ്രതിയും സാമാന്യാത് വിശേഷം പ്രതിയും. വിശേഷമായിട്ടുള്ള കാര്യങ്ങൾ, സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ വിശിഷ്ട ഉദാഹരണങ്ങളെ ബേസ് ചെയ്തുകൊണ്ട്
ജനറൽ ആയിട്ടുള്ള ഒരു കാര്യത്തെ സമർത്ഥിക്കുകയാണ് അല്ലെങ്കിൽ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സാമാന്യമായിട്ടുള്ള സാമാന്യാദി വിശേഷം പ്രതി എന്ന് പറയുന്ന വേറൊരു സൂത്രം ഉണ്ട് അല്ലെ. സാമാന്യമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ജനറൽ ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞു മനസ്സിലാക്കി അതിൽ നിന്ന് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് എത്തുന്നു. അതുപോലെ തന്നെ അടുത്ത സൂത്രം നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലെ. പൂർണ്ണാദംശം പ്രതിയുടെ ഓപ്പോസിറ്റ് ആണ് വിശ്ലേഷണാത് സംശ്ലേഷണം പ്രതി എന്ന് പറയുന്ന സൂത്രം. പൂർണ്ണമായിട്ടുള്ള വസ്തുവിനെ കാണിച്ചുകൊണ്ട് അതിന്റെ അംശങ്ങളെ പറയുന്നതായിരുന്നു അവിടെയെങ്കിൽ ഇവിടെ അംശങ്ങൾ പറഞ്ഞുകൊണ്ട് പൂർണ്ണമായിട്ട് ആ സമഗ്രമായിട്ടുള്ള വിഷയത്തിലേക്ക് എത്തുന്നു. പിന്നെയുള്ളത് അനിശ്ചിതാത് നിശ്ചിതം പ്രതി. ആദ്യം അനിശ്ചിതമായിട്ട് കുട്ടികളിൽ കിടക്കുന്ന കാര്യങ്ങളിൽ നിന്നും അവരെ അത് പറഞ്ഞ് ക്ലിയർ ആക്കി സ്പഷ്ടമാക്കി എടുക്കുന്നതാണ് ഈ ഒരു ടെക്നിക്കിലൂടെ ഉദ്ദേശിക്കുന്നത്. സാമാന്യാത് വിശേഷം പ്രതി, അതും നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ. പിന്നെന്താണ് അവസാനത്തേത്? മനോവൈജ്ഞാനികാത് താർക്കികം പ്രതി എന്ന് പറയുന്ന സൂത്രം. മനോവൈജ്ഞാനിക സിദ്ധാന്തങ്ങളെ ബേസ് ചെയ്തിട്ട് എന്താണ് കുട്ടികളുടെ യോഗ്യത എന്താണ്, അവരുടെ ആവശ്യകത എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അവരെ പഠിപ്പിക്കുന്നു. അതാണ് ഈ ഒരു ടെക്നിക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്കിത് എക്സാമിന് ഉറപ്പായിട്ടും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ, 1-2 ചോദ്യങ്ങൾ എന്തായാലും ഉണ്ടാവാറുണ്ട്. ക്വസ്റ്റ്യൻസ് വരുന്നത് ഇങ്ങനെയായിരിക്കും: സാമാന്യാത് ഡാഷ് പ്രതി അഭിലഷണീയ. ക്വസ്റ്റ്യൻ വരുന്നത് ഇങ്ങനെയായിരിക്കും: സാമാന്യാത് ഡാഷ് പ്രതി അഭിലഷണീയ എന്ന് വന്നിട്ട് ഓപ്ഷൻസിൽ എല്ലാം കൊടുത്തിട്ടുണ്ടാവും. ഏതെങ്കിലും 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടാവും. വിശേഷമെന്നും സംശ്ലേഷണമെന്നും വിശ്ലേഷണമെന്നും ഒക്കെ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഇത് ഫില്ല് ചെയ്യാനായിരിക്കും കൂടുതലും ചോദിക്കാറുള്ള ചോദ്യം. അപ്പോൾ അത് ഏത് സൂത്രം വേണമെങ്കിലും എടുത്ത് ചോദിക്കാം, അല്ലാതെ അതിന്റെ ഡീറ്റെയിൽസ് അല്ല നമുക്ക് ചോദിക്കാറ്. ഈ ഒരു ടൈറ്റിൽ വെച്ചിട്ട് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് പോലെ സാമാന്യാത് ഡാഷ് പ്രതി അല്ലെങ്കിൽ വിശേഷാത് ഡാഷ് പ്രതി എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് ഉണ്ടാവുക. അപ്പോൾ 1-2 ചോദ്യങ്ങൾ എന്തായാലും ഉണ്ടാവും. നമുക്ക് ആ 80 മാർക്കിൽ 2 മാർക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് തന്നെയായിരിക്കും മിക്കവാറും വരാറുള്ളത്. അപ്പോൾ ഈ സൂത്രങ്ങൾ എല്ലാവരും കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. പിന്നെ നമുക്ക് അതുപോലെ തന്നെ K4 സംസ്കൃതത്തിന് പഠിക്കാനുള്ള ഉറപ്പായിട്ടും ചോദിക്കുന്ന കുറേ ചോദ്യങ്ങളുണ്ട്. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. താങ്ക്